ഫോക്കസ് ചെയ്യാൻ പറഞ്ഞല്ലേ. എടാ ലൈറ്റൊക്കെ നോക്കിക്കോണേ, ഫോക്കസൊക്കെ നോക്കിക്കോണേ. റെഡി. നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സാഹചര്യം ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും മറ്റ് നോർമൽ പീപ്പിൾസിനാണെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഫോട്ടോസ് മറ്റുള്ളവരൊക്കെ എടുപ്പിക്കാൻ നമുക്ക് ക്വാളിറ്റി ഇല്ലാതെ ഷെയ്ക്കായ അല്ലെങ്കിൽ ബ്ലറായ ഫോട്ടോസൊക്കെ കിട്ടുന്നത് എല്ലാവർക്കും പതിവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ എടുക്കും. അതായത് നമ്മുടെ കുട്ടിക്കാലത്തെ മെമ്മറീസൊക്കെ നമ്മുടെ പഴയ ആൽബങ്ങളിലൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് എടുത്ത് നമ്മളിപ്പോൾ പ്രൊഫൈലൊക്കെ ആക്കി ഇടാറുണ്ട്. അപ്പം അത് നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഭൂരിഭാഗം പേർക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ക്വാളിറ്റി ഇല്ലായ്മയും ബ്ലറായതും ഷെയ്ക്ക് ആയതും എല്ലാം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വെച്ച് തിരിച്ച് റീടച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് മൊബൈലിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം അത് എങ്ങനെ നോക്കാമെന്നാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റെമിനി എന്ന ആപ്ലിക്കേഷന് 2 പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ഒരു ഫോട്ടോ റീടച്ച് ചെയ്തെടുക്കാണ്ട് 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് പരസ്യം നമ്മൾ കാണേണ്ടി വരും. അപ്പം അത് എങ്ങനെ ഒഴിവാക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസം 5 ഫോട്ടോസ് മാത്രമേ ഈ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു യൂസറിന്, അതായത് ഒരു അക്കൗണ്ടിൽ. അപ്പോൾ നമുക്ക് ഇതും എങ്ങനെ ഒഴിവാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ 2 പാർട്ടായിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫോട്ടോ റീടച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര് റെമിനി എന്നാണ്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് റെമിനി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്ക് അവരുടെ ഫങ്ഷൻസും ഫീച്ചേഴ്സും എല്ലാം നമ്മളവരെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി 2 ഓപ്ഷൻസ്, അതായത് സൈൻ ഇന്നും സൈൻ അപ്പിനുള്ള ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈൻ അപ്പിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡി വരുന്ന ഒരു വെരിഫിക്കേഷൻ കോഡും അതിനുശേഷം ഒരു പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ പാസ്വേഡായിട്ട് ഞാൻ മെയിലിൽ കൊടുത്ത ഇമെയിൽ ഐ ഡി തന്നെ കോപ്പി ചെയ്യുവാണ്. ഇനി നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. അപ്പോൾ സൈൻ അപ്പ് ആയിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിരുന്നു. ഇനി നമുക്ക് മേളിലത്തെ ആരോ കൊടുത്ത് നമ്മുടെ നേരിട്ട് ആപ്പിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എൻഹാൻസ് പ്ലസ് വീഡിയോ എൻഹാൻസ്, പെയിൻറ്റ്, ഫേസ് ആനിമേറ്റർ, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഹാൻസ് എന്ന ഫീച്ചറാണ് നമ്മുടെ ഫോട്ടോ റീടച്ച് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ അത് യൂസ് ഇറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൊടുത്തിട്ട് അപ്പം നമ്മുടെ ഗാലറിയിലേക്ക് നേരെ പോകും. അപ്പോൾ നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് റീടച്ച് ചെയ്യാൻ വേണ്ട ഫോട്ടോ നമ്മുടെ ഫോൾഡറിൽ നിന്നും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് എൻ്റെ ക്വാളിറ്റി മുഴുവൻ പോയതാണ്. അതായത് നമ്മൾ ഒത്തിരി എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇവത്തെ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ക്രോപ്പിൻ്റെ ഓപ്ഷൻ അവിടെ താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് താഴത്തെ ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ടിക്ക് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു ആഡ് നമുക്ക് പ്ലേ ആവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 30 സെക്കൻഡിൻ്റെ ഒരു ക്യാൻവയുടെ ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഡ് പ്ലേ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ റീടച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റീടച്ച് ചെയ്ത ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ റീടച്ച് ചെയ്യാൻ കൊടുത്ത ഫോട്ടോയും റീടച്ച് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും കമ്പയർ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ റീടച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഫോട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇത്രയും അടിപൊളിയാണ്. നല്ലോണം തന്നെ ഇവർ റീടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെയാണ് ഇത് റീടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനുള്ള ആകെ കൂടി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം 5 ഫോട്ടോ മാത്രമേ അവർ നമ്മളെ റീടച്ച് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെയിലി കോട്ട, അതായത് 5 ഫോട്ടോസ് നമ്മൾ റീടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. അപ്പം ഇതെങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റെമിനി ആപ്ലിക്കേഷൻ അത് നമുക്ക് പരസ്യം, അതായത് നമ്മൾ ഫോട്ടോ പ്രോസസ്സ് ചെയ്യുമ്പോഴുള്ള പരസ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെമിനിയുടെ ഒരു മോഡഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ മോഡ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഐകാർഡിൽ ലിങ്ക് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ആപ്ലിക്കേഷനും കൂടെ വേണം. അതായത് നമ്മുടെ ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, നമുക്ക് ടെമ്പററി മെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു ടെമ്പററി മെയിൽ കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ റെമിനിയിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കപ്പോൾ ഒരു കോഡ് കിട്ടാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ആ വെരിഫിക്കേഷൻ കോഡ്
അകത്തേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടെമ്പററി മെയിൽ തിരിച്ച് ചെന്നിട്ട് നമുക്ക് അതിനകത്ത് ഇൻബോക്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻബോക്സിൽ നമ്മുടെ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ആ കോഡ് ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ റെമിനിയിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പാസ്വേഡും കൂടെ കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ റെമിനി നമ്മൾ നോർമൽ വേർഷൻ ഉപയോഗിച്ച പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ ഒന്ന് റീടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റീടച്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ, അതേ സെയിം ഫോട്ടോ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മറ്റേ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് റീടച്ച് ചെയ്യാം. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ക്രിയേറ്റിംഗ് ടാസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് പരസ്യം വരുന്നുണ്ടോ നോക്കാം. അത് നമ്മുടെ പരസ്യമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ടാസ്ക് ക്രിയേറ്റ് ആയി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ റീടച്ച് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലുള്ള ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ക്വാളിറ്റി ഒന്നും വ്യത്യാസമായിട്ട് കാണുന്നില്ല, നല്ലോണം തന്നെ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് റെമിനിയിലുള്ള പരസ്യം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് റെമിനിക്കകത്ത് ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ഒരു ദിവസം 5 ഫോട്ടോസ് മാത്രമേ നമുക്ക് റെമിനി വെച്ച് റീടച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 5 കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് 0 ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ഫോട്ടോ പോലും റീടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഒരു ഫോട്ടോസും കൂടെ റീടച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ചെന്നിട്ട് ഈ അക്കൗണ്ട് സൈൻ ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് നേരെ സൈൻ അപ്പിനുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു ടെമ്പററി മെയിൽ ഒന്നുകൂടെ കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ സൈൻ അപ്പിനുള്ള ഓപ്ഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇനി പാസ്വേഡും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് സൈൻ അപ്പ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ സൈൻ ഇൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ 0 എന്ന സ്ഥാനത്ത് 5 എന്ന് കാണിക്കുന്നത് കാണാം. അതായത് നമുക്ക് ഇനി ഒരു 5 ഫോട്ടോസും കൂടെ റീടച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഈ 5 ഫോട്ടോസ് തീർന്നു കഴിയുമ്പോഴും നമ്മൾ ടെമ്പററി മെയിൽ വെച്ച് ഒരു മെയിലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സൈനപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈനപ്പ് ചെയ്ത് എത്ര ഫോട്ടോസ് വേണേലും റീടച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. ഞങ്ങളിൽ നിന്ന് പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ദ ഫോട്ടോക്രാഫ്റ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത റെമിനി എന്ന ആപ്ലിക്കേഷൻ്റെ മോഡ് വേർഷൻ്റെയും അതുപോലെ തന്നെ നമ്മൾ തെമ്മയിൽ എന്ന ആപ്ലിക്കേഷൻ്റെ നോർമൽ വേർഷൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ അതായത് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടും എല്ലാം ഭയങ്കരമായിരുന്നു. എല്ലാവർക്കും അതിന് ഒത്തിരി നന്ദിയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അനലിറ്റിക്സ് ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവരാണ് ഈ 52% പേരും എൻ്റെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.